രണ്ട് കാലുകളുടെയും സ്വാധീനം നഷ്ടപ്പെട്ട ഒരു മകന്റെ അച്ഛനും അമ്മയും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും എനിക്ക് ശേഷം എന്ത് എന്ന്. അതിൻ്റെ ഉത്തരമാണ് രജിത്തിന്റെ ജീവിതം. ജനിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, നോർമലായിരുന്നു. 3.5 മാസമായപ്പോൾ പോളിയോ വന്നു, പനി വന്നു, പോളിയാണെന്ന് അറിഞ്ഞു. പോളിയോ തളർന്നു, ബോഡി ഫുള്ള് തളർന്നു പോയി. ബോഡി ഫുള്ള് തളർന്ന് എന്ന് വെച്ചാൽ കണ്ണ് മാത്രം അനങ്ങും, ആ രീതിയായിരുന്നു. പിന്നെ ഓരോ ചികിത്സയൊക്കെ നടത്തി കാല് രണ്ടും സ്വാധീനമില്ല. അപ്പം 60% ഫിസിക്കലി ഹാൻഡിക്യാപ്ഡാണ്. ഫാമിലി 2 മക്കളാണ്, വൈഫും പിന്നെ എൻ്റെ 2 മോള്. മൂത്ത ആൾ 6 വയസ്സ്, 1ാം സ്റ്റാൻഡേർഡിൽ. രണ്ടാമത്തെ ആൾ pre-KG. ഈ മാസം ഒക്കെ 4 വയസ്സാവുന്നുണ്ട്. നമ്മളങ്ങനെ വീട്ടിനകത്ത് തന്നെ ഒതുങ്ങിയിരുന്നെന്ന് പറഞ്ഞിട്ട് നമുക്കുള്ളത് ആരും കൊണ്ട് തരത്തില്ല. അപ്പം നമ്മൾ തന്നെ മാക്സിമം അധ്വാനിച്ച് ഉണ്ടാക്കണം. അതാണ് ആ ഒരു രീതി കൊണ്ടാണ് ഓട്ടോയിലോട്ട് ഇറങ്ങിയത്. രണ്ടും കൽപ്പിച്ചാണ്. കുഞ്ഞിലെ എല്ലാവരും കളിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് കളിക്കാൻ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് ഇൻ്റർവെൽ ടൈമിലെല്ലാം പുറത്ത് പോയി പിള്ളേർ കളിക്കുമ്പോൾ ആ സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഞാൻ ചെറിയ കാർട്ടൂൺസ് ഇതൊക്കെ നോക്കി എന്തെങ്കിലും നോക്കി വരയ്ക്കും. ടാറ്റു ട്രെൻഡി വന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അതും കൂടെ ലേൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതും പഠിച്ചു. ഇപ്പോൾ അതും സർട്ടിഫൈഡാണ്. എൻ്റെ അവസാന കാലം വരെ എനിക്ക് ഈ ഒരു ഫിറ്റ്നസ് കൊണ്ടുപോകാൻ പറ്റിയ അത് ഞാൻ എന്നോടും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരടുത്തും ചെയ്യണ ഒരു ഇതാണ്. നമ്മളെപ്പോലെയുള്ളവർ ഒരിടത്ത് ഒതുങ്ങിയിരുന്ന അങ്ങനെ ഇരുന്ന് പോകും. അപ്പോൾ എനിക്കുള്ള തോട്ടം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അങ്ങനെ വയസ്സാവാൻ പാടില്ല. പരിമിതികളെ അതേ രൂപത്തിൽ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് പരിമിതിയാകുന്നത്. ലക്ഷ്യത്തിനു മുന്നിൽ പരിമിതികൾക്ക് എന്തു പ്രസക്തി? സജീവ്കുമാറിനൊപ്പം TS ശ്രീകൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. മാതൃഭൂമി ന്യൂസ് പരമ്പരയുടെ ഭാഗമായി ഈ വാർത്ത ശരിക്കും വലിയ പ്രചോദനം തന്നെയാണ് നമുക്ക് നൽകുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല. നമുക്കിപ്പം ഈ വാർത്തയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് TS ഹരികൃഷ്ണ ചേരുന്നുണ്ട്. ഹരി, ഈ വാർത്ത കാണുമ്പോൾ വലിയ പ്രതീക്ഷയും പ്രചോദനവും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്കിടയിലെ ഒരു വൈവിധ്യമാർന്ന ശേഷി തന്നെയാണല്ലേ ഇദ്ദേഹത്തിൽ കൂടി നമ്മൾ കണ്ടത്? ജയലക്ഷ്മി, വൈവിധ്യമാർന്ന ശേഷികളെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല എന്ന് ആ വാർത്ത കണ്ടപ്പോൾ മനസ്സിലായി കാണും. രജിത്തിന്റെ കഴിവുകളും രജിത്ത് ചെയ്യുന്ന ആ എഫേർട്ടുകളും ഒക്കെ, പരിമിതികളെ അതിജീവിച്ച് ചെയ്യുന്ന എഫേർട്ടുകളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഞാൻ ഈ വാർത്ത ചെയ്യാൻ വേണ്ടി അവിടെ എത്തുന്ന സമയത്ത് രജിത്ത് എന്നോട് പറഞ്ഞത്, രജിത്തിനെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്, എന്നെ കേൾക്കാൻ വേണ്ടി നിങ്ങളൊക്കെ വന്നല്ലോ എന്നുള്ള ഒരു കാര്യമാണ് ആദ്യം രജിത്ത് എന്നോട് പറയുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, രജിത്ത് കഴുത്തിൽ മാല ഇട്ടിരുന്നു. അപ്പം മണ്ഡലാലമൊക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ശബരിമല പോവുകയാണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ രജിത്ത് പറഞ്ഞു, ഇല്ല, ഇതല്ലാതെ ഇട്ടിരിക്കുന്ന മാലയാണ്. പിന്നെ ഞാൻ ശബരിമല പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് പോയത്, വയ്യാത്ത കാലാണല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, പമ്പയിൽ ചെന്നിട്ട് ഡോളി മാർഗം പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ വേറൊരു കാര്യം, പുള്ളിയുടെ മൂത്ത മകളെയും കൊണ്ടാണ് പോയത്. പെൺകുട്ടികളാണ്, അപ്പോൾ നേരത്തെ പോകണമല്ലോ, അതുകൊണ്ട് മൂത്ത മകൾക്ക് ശബരിമല പോകണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ പോവുകയാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ ഇളയ മകളെയും കൊണ്ട് ശബരിമലയ്ക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് പുള്ളി പറഞ്ഞ ഒരു കാര്യം, അച്ഛന് വയ്യ എന്ന് കരുതി മക്കളെ എങ്ങും കൊണ്ടുപോയില്ലല്ലോ എന്ന് അവർക്ക് തോന്നരുത് എന്ന് പുള്ളി ഭയങ്കര ഫീൽ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കും ഒരു വിഷമം. പക്ഷേ രജിത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ രജിത്തെല്ലാം ചെയ്യുന്നുണ്ട്, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പരിമിതികൾ എന്ന് പറയുന്ന വാക്ക് അതിനെ യഥാർത്ഥത്തിൽ പരിമിതിയായിട്ട് കണ്ടാൽ മാത്രമേ അത് പരിമിതിയാവുന്നുണ്ടോ, അല്ലെങ്കിൽ അതൊരിക്കലും പരിമിതിയല്ല. നമ്മുടെ ലക്ഷ്യം എന്താണോ അവിടെ പരിമിതികൾ അപ്രസക്തമാണ് എന്ന് രജിത്തിന്റെ ജീവിതം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ രജിത്തിനെ പോലുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്, അവർക്കൊക്കെ രജിത്ത് ഒരു പ്രചോദനമാകട്ടെ എന്ന് വേണം പറയാൻ. ശരി ഹരി, എന്തായാലും രജിത്ത് വലിയ പ്രചോദനം തന്നെയാണ് നമുക്ക്. ഭിന്നശേഷിക്കാർക്കിടയിലെ വൈവിധ്യശേഷി തന്നെയാണ് അദ്ദേഹം നമുക്ക് മുന്നിൽ കാണിച്ചതും.